ഹായ് ദി ക്രേസി പെറ്റ് ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൈവശമുള്ള എൻ്റെ പട്ടിക്കുട്ടികൾക്ക് കൊടുക്കുന്ന കുറച്ച് മെഡിസിനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാനിന്ന് വന്നത്. കുറച്ച് ഭയങ്കര ബഹളമുണ്ട്. അവർ ഇപ്പോൾ ഞാൻ തുറന്നു വിട്ട്, അപ്പോൾ അവർക്ക് ഭയങ്കര ബഹളം. മെഡിസിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ മെഡിസിനാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നതെന്നും എൻ്റെ കൈവശമുള്ള മെഡിസിൻ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ പട്ടിക്കുട്ടികൾക്ക് ഞാൻ അത്യാവശ്യമായിട്ട്, അതായത് എൻ്റെ കൈവശമുള്ളത് പെട്ടെന്ന് നമുക്ക് എന്തൊരു അത്യാവശ്യത്തിന് കൊടുക്കാൻ പറ്റിയ മെഡിസിൻ ഏതൊക്കെയാണെന്നൊന്ന് ഞാൻ കൊടുക്കുന്ന മെഡിസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അവർക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ റോയൽ കനാലിൻ്റെ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ബിസ്ക്കറ്റാണ് ഞാൻ എല്ലാവരും കൊടുക്കുന്നത്. കൊടുക്കുന്നത് അപ്പോൾ രാവിലെ അവരെ തുറന്നു വിടുമ്പോൾ അവർക്ക് രാവിലെ ഞാൻ അവരുടെ വെള്ളവും ബിസ്ക്കറ്റുമാണ് ഞാൻ അവർക്ക് രാവിലത്തെ ഫുഡായിട്ട് കൊടുക്കുന്നത്. ബിസ്ക്കറ്റ് കൊടുക്കും. ഉച്ചയ്ക്ക് ഒരു 1 മണി 1:30 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 1:30 മാക്സിമം 2 മണിക്കകത്ത് ഞാൻ ചോറ് കൊടുക്കും. ചോറിനകത്ത് ചിക്കൻ അല്ലെങ്കിൽ ലിവർ, ചിക്കനും കാണും ലിവറും കാണും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബോൺസി എന്ന് പറഞ്ഞൊരു ഐറ്റം നമുക്ക് സുഗുണ ചിക്കനിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ വെച്ചേക്കാം. അതും ചിക്കനും ഇട്ടാണ് ഞാനിത് കൊടുക്കുന്നത്. കാരണം അതിനകത്ത് കുറച്ച് നെയ്യ് പോലെ കണ്ടൻ്റ് ഉണ്ട് അതിനകത്ത്, ആ ബോൺസിക്കകത്ത്. അപ്പോൾ അത് കൂടുതൽ അവർക്ക് ഇഷ്ടമാണ്. അത് ഞാൻ കൊടുക്കും. അപ്പം കൂടുതൽ പട്ടിക്കുട്ടികളൊക്കെ ഒരു ഇച്ചിരി ഹെൽത്ത് ആവാൻ, ഇച്ചിരി ഒന്ന് വെയിറ്റ് വെക്കാനൊക്കെ നല്ലതാണ്. കൂടുതൽ വെയിറ്റ് വെക്കുന്നത് നല്ലതല്ല, എന്നാലും കുറച്ചൊക്കെ അവർക്ക് ഏറ്റവും ഹെൽത്തായിട്ടുള്ള ഫുഡാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ബിസ്ക്കറ്റ് ഉച്ചയ്ക്ക്. പിന്നെ വൈകുന്നേരം വരെ ആ ചോറ് അവർ പാത്രത്തിൽ ശകലം വൈകുന്നേരമായിട്ട് കഴിച്ച് അവരിക്കത്തുള്ളൂ. ഇച്ചിരി കഴിക്കും. അങ്ങനെ ചിരിച്ച് കഴിച്ചിട്ട് അവരിക്കും. രാത്രിയിൽ ഞാൻ അവർക്ക് ഫുഡൊന്നും കൊടുക്കാറില്ല. അവർ വെള്ളം കൊടുക്കുക, അവർ കൂട്ടിലിടുമ്പോൾ രാവിലെയാണ് അങ്ങനെ റൊട്ടീൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ, അതായത് അവർക്ക് ഞാൻ അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മെഡിസിൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് സിപ്പ് ബിറ്റ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. സിപ്പ് ബിറ്റ്, അതായത് ഇതിനകത്ത് അമിനോ ആസിഡും വൈറ്റമിൻ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സപ്ലിമെൻ്റാണ്. ഈ സപ്ലിമെൻറ്റ് ഞാൻ അവർ വെയിറ്റ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഞാൻ കൂടുതൽ കൊടുക്കുന്നത് ഷിൻസൂനാണ്. ഷിൻസൂന് ഇത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ചില ഡോഗ്, അതായത് ചില ഷിൻസു ഒക്കെ ചില ഹെൽത്ത് ഉണ്ടെങ്കിലും കൂടുതൽ അവർക്ക് ബ്ലഡ് കുറവായിരിക്കും. അവരുടെ നാക്ക് നോക്കാൻ അറിയാം, അവർ ചിലത് നല്ല റെഡ് കളർ പോലെയൊക്കെ ഇരിക്കും, നല്ല ഇതായിരിക്കും. അപ്പോൾ അവർക്ക് ബ്ലഡ് നല്ലോണം കാണും. ചിലതിനകത്ത് നാക്കൊക്കെ ഒരു ചെറിയൊരു ലൈറ്റ് ഡാർക്ക് കളർ പോലെ, അപ്പോൾ അത് ബ്ലഡ് കുറവായിരിക്കും. അപ്പം നമ്മൾ ഈ മെഡിസിൻ ബ്ലഡിനും അല്ലാതെ ഈ മിനറൽസ് ബ്ലഡ് കാണും, ചിലപ്പോൾ വൈറ്റമിൻ മിനറൽസ് അമിനോ ആസിഡൊക്കെ കുറവായിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ മെഡിസിൻ കൊടുക്കാറുണ്ട്. വെയിറ്റ് അനുസരിച്ച് ഞാൻ കൊടുക്കും. അപ്പം ഈ ഒരു മെഡിസിൻ എൻ്റെ കൈവശമുള്ളതാണ്, ഞാൻ അവർക്ക് കൊടുക്കുക. ഇൻഡിസ്പ്ലിസിന് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല മെഡിസിൻ. അവർക്ക് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ലോഷനാണ്. ഈ ലോഷൻ, അതായത് E6 ലോഷൻ എന്ന് പറയുന്ന ഒരു ലോഷനാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ലോഷൻ എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഈ ഷിൻസുവിന് 2 മാസം പ്രായമുള്ള ഷിൻസുവിന് എനിക്ക് ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ പോലെ സ്കിൻ ഡിസീസ് പോലെ, അതായത് ഡാൻഡ്രഫ് പോലെ, നമ്മുടെ തലയിലൊക്കെ ഇങ്ങനെ വരത്തില്ല, അതേപോലത്തെ ഡാൻഡ്രഫ്, ശരിക്കും നല്ല ഡാൻഡ്രഫ് പോലെയും, പിന്നെ അവരുടെ ആ തൊലിപ്പുറത്ത് മൊത്തം അല്ല സ്കിൻ മൊത്തം എന്ത് ചെയ്ത് റെഡിഷ് കളർ ആവുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ തന്ന മെഡിസിനാണ് E6 ലോഷൻ എന്ന് പറയുന്നത്. ഈ ലോഷൻ ഞാനത് ഒരാഴ്ച കറക്റ്റായിട്ട് ഒരാഴ്ച ഒരു ദേഹത്ത് പുരട്ടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയ ഒരു മെഡിസിനാണിത്. കാരണം എന്താ വെച്ചാൽ, കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ വലിയ പട്ടിക്കുട്ടികളാണെങ്കിലല്ല, ഈ കുട്ടികൾ വെള്ളം കാണുമ്പോഴും വെള്ളത്തിനകത്ത് ഞാൻ കൈയൊക്കെ ഇടും, അവരുടെ ബോഡിയിൽ മൊത്തം ആ വെള്ളം ഇരിക്കുകയും ആ ഈർപ്പം ഇരുന്നിട്ട് ആ ഈർപ്പം ഇരിക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യും, ഫംഗസ് പോലെ വരും, അതായത് ഡാൻഡ്രഫ് പോലെ വരും. നമ്മളെപ്പോഴും അത് ഉണക്കിയിരിക്കണം. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഷൻ തേച്ചാൽ ബെറ്റർ ലോഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെഡിസിനാണ്. അതായത് പിള്ളേർക്ക്, എൻ്റെ പട്ടിക്കുട്ടികൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട, കാരണം എന്താ വെച്ചാൽ അവരുടെ ബോഡിയിൽ പെട്ടെന്ന് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തേച്ചപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെഡിസിനാണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള വേറൊരു മെഡിസിനാണ്
മൈബ്യൂ. ഞാൻ ഇവർക്ക് മൈബ്യൂ എന്ന് പറഞ്ഞൊരു മെഡിസിന് കൊടുക്കാറുണ്ട്. ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മൾട്ടി വിറ്റാമിൻ അമിനോ ആസിഡ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു മെഡിസിനാണിത് മൈബ്യൂ. നമ്മൾ ഈ ഒരു എല്ലാം മെഡിസിനും ഇങ്ങനെ വാങ്ങിച്ച് വെക്കേണ്ട, ഈ ഒരു ഒറ്റ മെഡിസിൻ മതി. ഇതെല്ലാം ഇങ്ങനത്തുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെഡിസിൻ മാത്രം കൊടുത്താൽ മതി. ഈ ഒരെണ്ണം നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്നാൽ ഈ ഒരു മെഡിസിൻ അവർക്ക് ഡെയിലി കൊടുക്കണമെന്നില്ല. ഇടവിട്ട് വെയിറ്റ് അനുസരിച്ച് ഇതിനകത്ത് പറഞ്ഞേക്കുന്നതനുസരിച്ച് കൊടുത്താൽ മതി. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മരുന്നാണ് മൈബ്യൂ എന്ന് പറയുന്നത്. അവരുടെ സ്കിന്നിന്, അവരുടെ കോട്ടിന്, അതായത് അവരുടെ ഹെയറൊക്കെ നല്ലതുപോലെ ഇരിക്കും, ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു മരുന്നാണിത്. ഇത് ഞാൻ എന്നാ ചോദിക്കും, ഇത്രയും മെഡിസിൻ ഞാൻ വാങ്ങിച്ച് വെച്ചതെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് എപ്പോഴാണ് കൊടുക്കുന്നത്. ഞാൻ അത്യാവശ്യം ഷിൻസൂന് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചതാണ്. ഞാൻ ഇടയ്ക്ക് ഇത് ഷിൻസൂന് കൊടുക്കത്തില്ലായിരുന്നു. ഞാൻ കൂടുതൽ കൊടുക്കുന്നത് ലാബിനാണ് ഞാൻ കൊടുക്കുക. ലാബിന്, ഹസ്കി, പിന്നെ ഇൻഡിസ്പ്ലിറ്റ്സ് ഒക്കെ ഞാനിത് കൂടുതൽ കൊടുക്കാറുണ്ട്. അവർ രോമം, അതായത് ഹെയറൊക്കെ ചില സമയത്ത് ഒരു ടൈമിൽ ഇവർ നല്ല പൊഴിച്ചിലാണ്. അത് നമ്മുടെ ലാബിന് നല്ല പൊഴിച്ചിലാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ മെഡിസിൻ ഞാൻ കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോൾ നല്ല മാറ്റം വരും കേട്ടോ. നല്ലതാണ്, നല്ല മെഡിസിനാണ്. പിന്നെ അതേപോലെയാണ് നമുക്ക് വേറൊരു അത്യാവശ്യമായിട്ട് വേണ്ട ഒരെണ്ണമാണ് സ്പ്രേ. ബില്ലിംഗ് ഓൺ ദ സ്പ്രേ എന്ന് പറഞ്ഞൊരു സ്പ്രേ ഉണ്ട്. ബില്ലിംഗ് ഓൺ ദ ഷൈനി സ്പ്രേ. അതായത് നമ്മൾ ഈ സ്പ്രേ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പട്ടിക്കുട്ടികളൊക്കെ ദേഹത്ത് ചില പട്ടിക്കുട്ടികളുടെ ദേഹത്ത് സ്മെല്ലുണ്ടാവും. അതായത് നമ്മൾ ഇപ്പോൾ ഡെയിലി നമ്മൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് അവരെ കുളിപ്പിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും 30 പേരുണ്ടായിട്ട് അത്രയും ദിവസം ഞാൻ അങ്ങനെ കുളിപ്പിക്കത്തില്ല. 2 ദിവസമായിട്ടാണ് കുളിപ്പിക്കുക. അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, 2 ദിവസമൊക്കെ ഓക്കെ ആയിട്ടിരിക്കും. എന്നാൽ ആ കുളിപ്പിച്ച് കഴിയുമ്പോൾ ചില സമയത്ത് അവർക്ക് ചെറിയൊരു സ്മെല്ല് വരാറുണ്ട്. ആ സ്മെല്ല് ഈ ലോഷൻ അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണിത്. നല്ല പട്ടിക്കുട്ടികൾക്ക് നല്ല മണമാണിത്. നല്ല മണമാണ്. കാരണം അവർ ഈ ചില പട്ടികൾക്ക് ചില സ്മെല്ല് വരാറുണ്ട്. ചിലപ്പം യൂറിനിലൊക്കെ ചിലപ്പം അറിയാതെ ചവിട്ടി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത്, ആ ഹെയറിനകത്തൊക്കെ ആകുമ്പോഴത്തേ അത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ എപ്പോഴും സ്ഥിരം ആ ഒരു പട്ടിക്കുട്ടികളുടെ ഇതായതുകൊണ്ട് നമുക്ക് ആ സ്മെല്ല് അറിയത്തില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അതിനെ എടുക്കുമ്പോഴായിരിക്കും ഈ സ്മെല്ല് അവരറിയുന്നത്. അതറിയാതിരിക്കാനായിട്ട് ഇത് അല്പം അടിച്ചു കൊടുത്താൽ മതി. അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഒന്ന് കോമ്പ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നല്ല മണമുള്ള നല്ല മണം കിട്ടും കേട്ടോ. നല്ലതാണ്. പിന്നെ അടുത്ത മരുന്ന് പറയുന്നത് ഇതാണ് സ്പോട്ട് ഓൺ എന്ന് പറയുന്ന ഒരെണ്ണം. ഈ സ്പോട്ട് ഓണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ പട്ടിക്കുട്ടികളുടെ ദേഹത്തൊക്കെ ചെള്ള്, അതായത് ഒരു ചെറിയ ചെലന്തി പോലത്തെ ചെള്ള് കാണും. പിന്നെ വലിയ ആമച്ചെള്ള് പോലെ കാണും. ആമച്ചെള്ളു പോലെയൊക്കെ കാണാറുണ്ട്. ആ ആമച്ചെള്ളു ഭയങ്കര ഡേഞ്ചറാണ്. അത് മൊത്തം നമുക്ക് അറിയത്തില്ല. അവരുടെ ഈ തലയുടെ ഈ ചെവിയുടെ ഈ 2 സൈഡും ആ കൈയുടെയും കാലിൻ്റെയൊക്കെ ഒരു സൈഡുണ്ട്. ആ സൈഡിൽ ഇങ്ങനെ കടിച്ചിരിക്കും ഈ ചെള്ളുകളെല്ലാം. നമ്മളറിയത്തില്ല. അവരുടെ കാലിൻ്റെ ആ ഭാഗത്തും ഒക്കെ അവരെ ചെറിയ ഒരു പാർട്ട് ഏരിയയിലൊക്കെയാണ് ഇത് കടിച്ചിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. അവരുടെ ഈ ഭാഗത്തുണ്ട്, ഈ ഭാഗവും ഇങ്ങനെ കടിച്ചിരിക്കും. നമ്മൾ ചിലപ്പോൾ ഞാൻ തടവുമ്പോഴായിരിക്കും ഇങ്ങനെ കട്ട്. അത് നമ്മൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് ബ്ലഡ് കുടിച്ച് അതങ്ങ് വലുതാവും. അപ്പോൾ നമ്മളെ പട്ടിക്കുട്ടികൾക്ക് ചെള്ളു പനി വന്ന് അവർ ചിലതൊക്കെ റിക്കവർ ആവും, ചിലതൊക്കെ മരിച്ചു പോകാനാണ് സാധ്യത. കാരണം എനിക്കറിയാവുന്ന 1-2 ഡോഗ് അങ്ങനെ ഡെഡായിട്ടുണ്ട്. അത് ചെള്ളുപനി വന്ന് തന്നെ. അപ്പം നമുക്ക് ഇത് ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാസത്തിൽ അവരുടെ വെയിറ്റ് അനുസരിച്ച്, ഇപ്പം ഇത് ഞാൻ എൻ്റെ ഉള്ളത് 10 കിലോയ്ക്കകത്തുള്ളതാണിത്. ഇത് 10 കിലോയ്ക്കകത്തുള്ളതെന്ന് എനിക്ക് ഷിൻസൂന് കൊടുക്കാനാണ്. ഷിൻസു ഇൻഡിസ്പ്ലിറ്റ്സ് 1-2 ഇൻഡിസ്പ്ലിറ്റ്സൊക്കെ 10 കിലോയ്ക്കകത്തുള്ളതുണ്ട്. ലാബിനൊന്നും പറ്റില്ല. ലാബിന് ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ഗുളികയുണ്ട്, റേറ്റ് കൂടുതലാണ്. ആ ഗുളികയാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറ്. പിന്നെ ലാബിന് അങ്ങനെ ചെള്ള് വരാറില്ല. ഇൻഡിസ്പ്ലിറ്റ്സിനും ഷിൻസൂനൊക്കെയാണ് കൂടുതൽ ഞാൻ ചെള്ള് കാണുന്നത്. അപ്പോൾ അത് വലിയ ചെള്ള് അധികം കാണത്തില്ല. മറ്റൊരു ചെലന്തി ചെള്ളു പോലെ ചെറിയത് ഒരെണ്ണം കാണും. അത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഇത് തേച്ച് കൊടുത്താൽ, അത് തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഭാഗമുണ്ട്, തലയുടെ, ഇവർ നക്കാൻ പറ്റാത്തൊരു തലയുടെ ഈ ഒരു ഭാഗമുണ്ട്. അവിടെ ആ ഹെയർ ഇങ്ങനെ മാറ്റിയിട്ട് ആ സ്കിന്നിനകത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം. കാരണം ഇവർക്ക് നക്കരുത്. ഇത് നക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നക്കാൻ പാടില്ല. അപ്പോൾ അത് ഇങ്ങനെ സൈഡിലോട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ശകലം ഇങ്ങനൊന്ന് നമ്മളിതിനകത്തുണ്ട് സാധനം. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പം ഇതുണ്ട, ഇതാണ് ആ സാധനം. കാണാവോ എന്ന് അറിഞ്ഞൂടാ. ഇത് കാണാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
സംഭവം ഇതാണ്. ഇത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അവിടെ ഇങ്ങനെ അങ്ങ് വരച്ച് തേച്ച് കൊടുത്താൽ, പക്ഷേ ഇവർ നക്കുന്ന ഭാഗത്തായി ആവരുതും. തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അത് ഞാൻ ഇടയ്ക്കെന്നല്ല, ചിലപ്പോൾ അവർക്ക് നല്ല ചെള്ളുണ്ട്. കാരണം നമ്മൾ കുറച്ച് പുറത്ത് വേറെ എല്ലാ ഡോഗുണ്ട്. അവർ നമ്മളിങ്ങനെ കൂട്ടിൽ അല്ലാതെ കൂട്ടിയിട്ടിട്ടില്ല. അവരിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ സമയമാകുമ്പോൾ അവരൊക്കെ ഇങ്ങനെ വരുന്നത് ഒരു 10-12 പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ വരും. പക്ഷെ അവരൊക്കെ ദേഹത്ത് നല്ല ചെള്ളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചൊറിഞ്ഞ് ഇവിടെയൊക്കെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് പറന്ന് നമ്മളെ ഷിറ്റ്സുവിൻ്റെ ഒക്കെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് നല്ലോണം, കാരണം ഇത് തേച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ചെള്ളുപനിയൊക്കെ വന്ന് ഷിൻസുവിനൊന്നും അധികം ഇതൊക്കെ ചെള്ളുപനിയൊക്കെ വന്നു കഴിഞ്ഞാൽ റിക്കവർ ആകാൻ ഭയങ്കര പാടാണ് എൻ്റെ അനുഭവത്തിൽ. അതേപോലെ തന്നെ അവർക്ക് ഈ ഷിൻസുവിനെന്ന് പറയുന്നത്, നമ്മൾ ഷിൻസുവിനായാലും ഏത് പട്ടിക്കുട്ടികൾക്കായാലും കണ്ണിലൊരു ഇൻഫെക്ഷൻ വല്ലതും വരും. അതായത് അവരുടെ കണ്ണിനകത്തുനിന്ന് ഇങ്ങനെ ഒരു വെള്ളം നമ്മളെ കണ്ണിന് ഇങ്ങനെ വരുമല്ലോ, അതേപോലെ അവരുടെ കണ്ണിൽ ഇങ്ങനെ വരാറുണ്ട്. അവരുടെ കണ്ണിൽ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് മൂടും. ഷിൻസുവിന് അങ്ങനെ മൂടാറുണ്ട് കേട്ടോ. എൻ്റെ പട്ടിക്കുട്ടി ഷിൻസുവിന് അങ്ങനെ വരാറുണ്ട്. ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ തന്ന മെഡിസിനാണ് ഇത്. ഇതാണ് മെഡിസിൻ. ക്ലോറിമിസ്റ്റ് എന്ന് പറയുന്നൊരു മെഡിസിനാണിത്. ഇത് കണ്ണിൽ ഞാൻ ഒരു തുള്ളി വെച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ ഷിൻസുവിന്, എൻ്റെ കൊച്ചുങ്ങൾ, അതായത് ഷിൻസു ഡെലിവറി ആയ പിള്ളേർക്കൊക്കെ ചെറിയ കണ്ണിൽ ചെറിയ ഇൻഫെക്ഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അങ്ങ് മൂടിയിരിക്കും. നമുക്കെല്ലാം ചെങ്കണ്ണൊക്കെ വരുമ്പോൾ ഇങ്ങനെ മൂടിയിരിക്കുന്ന പോലെ അങ്ങ് മൂടിയിരിക്കും. പിന്നെ നമ്മൾ ചെറിയൊരു വൈപ്പ് എടുത്തിട്ട് അവരെ കണ്ണിൻ്റെ അകത്തോട്ട് പോകാതെ പയ്യെ ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ഈ മെഡിസിൻ ഒഴിച്ചു കൊടുത്താൽ കുറേ നല്ല നല്ലോണം മാറ്റം ഉണ്ടാവും. അതാണ് എൻ്റെ കയ്യിലുള്ള ഒരു മരുന്നെന്ന് പറയുന്നത്. പിന്നെ ഇതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും വൈറ്റമിൻ മിനറൽസൊക്കെ ഉള്ളൊരു മെഡിസിനാണ്. അത് ഞാൻ വല്ലപ്പോഴും ഒക്കെ കൊടുക്കാറുണ്ട്. ലാബിന് കൊടുക്കും. ലാബിനാണ് കൂടുതൽ ഞാൻ കൊടുക്കുന്നത്. ഇതൊക്കെ മെഡിസിൻ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് അവരുടെ വാക്സിനേഷൻ. ഞാൻ എല്ലാ പട്ടിക്കുട്ടികൾക്കും 30 പേർക്കും, എൻ്റെ കൂടെ കിടക്കുന്ന 30 പേർക്ക് വാക്സിനാണ്, ഫുൾ വാക്സിനാണ്. അവർ പുറത്ത് കിടക്കുന്ന 7, 10, 12 ഡോഗുണ്ട്, സ്ട്രീറ്റ് ഡോഗ്. അവർക്കും ഞാൻ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഡോക്ടർ ഇവിടെ വന്ന് തന്നെയാണ് വാക്സിൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും മെയിൻ. അവർ വാക്സിൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അസുഖം, അതായത് ഈ വാക്സിൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന അസുഖമാണ് പാർവോ കനൈൻ ഡിസ്റ്റംബർ എന്ന് പറയുന്ന കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് ഈ പട്ടിക്കുട്ടികൾക്ക് വരുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ റിക്കവർ ആവാൻ ഭയങ്കര പാടാണ്. പാർവൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അവരനുഭവിക്കുന്ന ആ ഒരു ഇതും നമ്മൾ കണ്ട് നമുക്കത് വിഷമാവും. അപ്പോൾ വാക്സിൻ എടുക്കാമല്ലോ. അത് 45 ദിവസം കഴിയുമ്പോഴത്തേക്ക്, അതായത് ഒരു പട്ടിക്കുട്ടി ജനിച്ചു കഴിഞ്ഞ് 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാക്സിൻ എടുത്തു തുടങ്ങും. 45 ദിവസം കഴിഞ്ഞ് ഒരു ബൂസ്റ്റർ, അങ്ങനെ കുറച്ച് വാക്സിനുണ്ട്. പിന്നെ പേവിഷബാധയുടെ വാക്സിനുണ്ട്. പിന്നെ അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള കുറച്ച് വാക്സിനുണ്ട്. അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 വാക്സിൻ, അതായത് 21 ദിവസം കഴിയുമ്പോൾ 3-4 വാക്സിനുണ്ട്. ആ വാക്സിൻ കഴിഞ്ഞാൽ പിന്നെ 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. ആ 1 വർഷം കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് വാക്സിൻ എടുത്തിരിക്കണം. ഇതെല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട ഒരു ഇതാണ് ORSൻ്റെ ഡീവാമിങ് ടാബ്ലറ്റ്, അല്ലെങ്കിൽ ടാബ്ലറ്റും ഉണ്ട്, ഇത് മരുന്നുമുണ്ട്. ഞാൻ ഈ ടാബ്ലറ്റ് നമ്മൾ വെയിറ്റ് അനുസരിച്ച്, ഓരോ ഡോഗിൻ്റെ വെയിറ്റ് അനുസരിച്ച് വേണം കൊടുക്കാൻ. ലാബിനൊക്കെ നമ്മൾ ചിലപ്പോൾ 2 എണ്ണമൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും. കാരണം ലാബിനൊക്കെ വെയിറ്റ് കൂടുതലുള്ള ഡോഗുകളാണ്. ഷിൻസുവിനൊക്കെ ഞാൻ ഇതാണ് കൊടുക്കുന്നത്, മരുന്നാണ് കൊടുക്കുന്നത്. അവരെ വെയിറ്റ് ഇത് 1 ml, അതായത് 1 കിലോയ്ക്ക് 1 ml വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഇവർക്ക് ഇത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിരയുടെ മരുന്ന് അവർക്ക് കറക്റ്റായിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവരുടെ വയറിന് പ്രശ്നമാകും, ദഹനത്തിന് പ്രോബ്ലം ഉണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇവർക്ക് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ 45 ദിവസം കഴിഞ്ഞ, അതായത് ഒരു ഡോഗ്, അതായത് ഒരു പട്ടിക്കുട്ടി ജനിച്ച് ഒരു 15 ദിവസം കഴിയുമ്പോൾ അവർക്ക് കൊടുത്തു തുടങ്ങണം. 15ാമത്തെ ദിവസം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പിറ്റേന്ന് അവരുടെ മോശം പോകുന്നതിനകത്ത് ഇത്ര സൈസ് വരെ കാണാൻ സാധിക്കും. എൻ്റെ പട്ടിക്കുട്ടികൾക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കൊടുക്കുമ്പോൾ അങ്ങനെ കാണുന്നവർ, കാരണം അവർ പാൽ കുടിക്കുന്ന ടൈമിൽ ആ പാലിൻ്റെ ഇതാണ് ആയിരുന്നു ശരിക്കും നല്ലൊരു വിര പോലെ വരാറുണ്ട്. അത് ഞാൻ 15 ദിവസം കഴിയുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ അതെല്ലാം 3 മാസം കഴിയുന്ന അല്ലെങ്കിൽ 2 മാസം കഴിയുന്ന പട്ടിക്കുട്ടികൾക്കൊക്കെ ഞാൻ 1 മാസത്തിൽ 1 പ്രാവശ്യം ഞാൻ കൊടുക്കാറുണ്ട്. ചിലപ്പം ഞാൻ 15 ദിവസം കഴിയുമ്പോൾ കൊടുക്കും. ഞാൻ എന്തായാലും ഡിവാമിങ് കറക്റ്റായിട്ട് അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഡിവാമിങ് കറക്റ്റായിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരുപാട് അവരുടെ വയറ്റിലും ഒക്കെ പ്രശ്നങ്ങളാകും.
പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് ഡിവാമിങ് കറക്റ്റായിട്ട് ഞാൻ കൊണ്ടുപോകും. പിന്നെ അതേപോലെ തന്നെയാണ് എൻ്റെ കയ്യിൽ വേറൊരു മെഡിസിൻ ഉള്ളത്, അത് ഞാൻ പറയാൻ മറന്നത്. ലിവർ 50, അതായത് ലിവ് 52, അതായത് ലിവർ സപ്ലിമെൻറ്റ്. ഞാൻ ഹിമാലയയുടെയാണ് വാങ്ങിക്കുന്നത്, ലിവർ സപ്ലിമെൻ്റാണത്. ഈ ലിവർ സപ്ലിമെൻറ്റ് അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ട ഒരു മെഡിസിനാണ്. കാരണം നമ്മുടെ പട്ടിക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ദഹനത്തിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടാവും. അതായത് ദഹനത്തിനൊക്കെ ചിലപ്പം നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഫുഡ് ചിലപ്പോൾ അവർക്ക് ഇന്ന് എല്ലാം കഴിച്ച് രാവിലെ ആകുമ്പോൾ അവർ വൊമിറ്റ് ചെയ്യാറുണ്ട്, ഒരു മഞ്ഞ കളറിൽ നല്ലോണം വൊമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ഒന്ന്. പക്ഷേ അവർ മഞ്ഞ കളറിൽ വൊമിറ്റ് ചെയ്യുമ്പോൾ വേറെ ഇഷ്യൂസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ 5 വെയിറ്റ് അനുസരിച്ച് 5 ml വെച്ചോ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറുകയും. കാരണം ദഹന പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു മെഡിസിനാണ് ലിവർ സപ്ലിമെൻറ്റ്. അത് തീർച്ചയായിട്ടും കൈവശം വച്ചേക്കണം. 1 ഡോഗായാലും 2 ഡോഗായാലും നമുക്ക് ഈ ഒരു മെഡിസിൻ അത്യാവശ്യമാണ്. അപ്പോൾ അവർക്ക് ആ ദഹന പ്രശ്നം, അതായത് ഒരു മഞ്ഞ കളർ വൊമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദഹനത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാണെന്ന്. അപ്പോൾ നമ്മൾ ഇത് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. മാറ്റം നല്ല മാറും. പിന്നെ അല്ലാതെ വേറെ അസുഖം, അതായത് വേറെ ഛർദിൽ, ലൂസ് മോഷൻ അങ്ങനെയൊക്കെ ഒരു നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിച്ച് മെഡിസിൻ തന്നെ വാങ്ങിക്കണം. അല്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു മെഡിസിൻ തന്നെ. ഞാൻ എൻ്റെ പട്ടിക്കുട്ടികൾ കൊടുക്കുന്നത് വെച്ചാൽ അവർ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് ചിലവർക്ക് ദഹനത്തിന് പ്രശ്നം വരുമ്പോൾ അവർക്ക് ഞാൻ ഈ മെഡിസിനാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന എൻ്റെ പട്ടിക്കുട്ടികൾക്ക് കൊടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ടാറ്റാ, ബൈ ബൈ.